എല്ലാ പേർക്കും നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് പ്രിയങ്ക. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ പ്രഖ്യാപിച്ച ട്രംപ് തീരുമാനത്തിൽ യുഎസിന് തിരിച്ചടിയെന്ന് മുൻ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടൺ. ഖുൽഗാമിലെ ഏറ്റുമുട്ടലിൽ 2 സൈനികർ വീരമൃത്യു. കേരളത്തിലെ 6 രാഷ്ട്രീയ പാർട്ടികളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കി. കോട്ടയത്ത് വൻ കവർച്ച. വയോധികയും മകളും താമസിക്കുന്ന വീട്ടിൽ 50 പവനും പണവും നഷ്ടപ്പെട്ടു. റഷ്യയ്ക്ക് യുക്രൈനിന്റെ പ്രദേശങ്ങൾ വിട്ടുകൊടുക്കുമെന്ന റിപ്പോർട്ട് തള്ളി സെലൻസ്കി. ഓപ്പറേഷൻ സിന്ദൂരിന്റെ വിജയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ ഇച്ഛാശക്തി പ്രധാന കാരണമെന്ന് എയർ ചീഫ് മാർഷൽ എ.പി. സിംഗ്. കൊച്ചി കുണ്ടന്നൂർ ജംഗ്ഷനിൽ ലക്കുകെട്ട കാറുമായി യുവാവിന്റെ പരാക്രമം. 15ഓളം ഇരുചക്ര വാഹനങ്ങൾ ഇടിച്ചുതെറിപ്പിച്ചു. പാകിസ്ഥാൻ വിമാനങ്ങളുടെ വരുമാനത്തിൽ വൻ ഇടിവ്. 126 കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചു. പാലക്കാട് ചിറ്റൂരിന് സമീപം വിദ്യാർത്ഥി മുങ്ങി മരണം. എടത്വ മുസ്ലിം ലീഗ് എല്ലാവർക്കുമുള്ള ശരീ നിയമം കൊണ്ടുവരാൻ ശ്രമിക്കുന്നുവെന്ന് SNDP നേതാവ് വെള്ളാപ്പള്ളി നടേശൻ. 334 ദേശീയതല പൊളിറ്റിക്കൽ പാർട്ടികൾക്കെതിരെ രജിസ്ട്രേഷൻ റദ്ദാക്കിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇന്ത്യയ്ക്ക് അധിക തീരുവ പ്രഖ്യാപിച്ചത് യുഎസിന് തന്നെ തിരിച്ചടിയാകുമെന്ന് മുൻ സുരക്ഷാ ഉപദേഷ്ടാവ്. CPM ജ്യോതിഷ വിവാദത്തിൽ പ്രതികരിച്ച് A.K. ബാലൻ. CPM പ്രവർത്തകർ കുറ്റക്കാരെന്ന് പറഞ്ഞതുകൊണ്ട് C. സദാനന്ദന്റെ പദവി അവസാനിപ്പിക്കണമെന്ന് കരുതരുതെന്ന് E.P. ജയരാജൻ. 14-കാരന് മദ്യവും ലഹരി വസ്തുക്കളും നൽകിയ കേസിൽ പ്രതി ഒഴിവിൽ. യുക്രൈനിന്റെ പ്രദേശങ്ങൾ വിട്ടുനൽകില്ലെന്ന് സെലൻസ്കി. റഷ്യ ഇന്ത്യ ചൈന കൂട്ടായ്മയുണ്ടാകുമെന്നും മുൻ സുരക്ഷാ ഉപദേഷ്ടാവ്. കരിക്കാംകുളം ഫ്ലോറിക്കൻ റോഡിൽ 2 സഹോദരിമാർ മരിച്ച നിലയിൽ. തലസ്ഥാന ജില്ലയിലെ യക്ഷിയുടെ കഥ വീണ്ടും പ്രചരിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂരിൽ 5 പാക് യുദ്ധവിമാനങ്ങളും ഒരു വലിയ വിമാനവും തകർന്നു. കഞ്ഞിക്കുഴിയിൽ വൻ കവർച്ച. 50 പവനുമാണ് നഷ്ടം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉപകരണങ്ങൾ കാണുന്നില്ലെന്നും ആരോപണം. അപ്പോളോ 13 സമയത്ത് കമാൻഡറായിരുന്ന ജിം ലോവൽ അന്തരിച്ചു. നൂറനാട് അമ്പിളി വധക്കേസിൽ കഴുത്തിലെ കെട്ട് തെളിവായതായി പോലീസ്.